ഇന്നത്തെ അധ്യായത്തിൽ ആദ്യം നമ്മൾ സിനിമയുടെ ചലനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ക്രമമായ ഒരു പഠനത്തിലേക്ക് കടക്കും. അപ്പോൾ സിനിമ എങ്ങനെയാണ് ചലിക്കുന്നത് അത് നിങ്ങൾക്കറിയാമോ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി വീണ്ടും അതെന്താണെന്ന് ഒന്ന് വ്യക്തമാക്കി തരാം. നമ്മുടെ കണ്ണുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ് ഇതിന് കാരണം. ഈ പ്രത്യേകതയ്ക്കാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വസ്തുവിനെ കാണുന്നു, അതിൽ നിന്നും പ്രതിഫലിക്കുന്ന വെളിച്ചം റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് നമ്മൾ ആ വസ്തു എന്താണെന്ന് തിരിച്ചറിയുന്നത്. ഇങ്ങനെ നാം കണ്ട ആ വസ്തു കൺമുമ്പിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോയാലും ആ വസ്തുവിൻ്റെ പ്രതിബിംബം ഒരു നിശ്ചിത സമയം കൂടി നമ്മുടെ റെറ്റിനയിൽ തന്നെ തങ്ങി നിൽക്കും. ഇപ്പോൾ ഉദാഹരണമായി കത്തിക്കിടക്കുന്ന ഒരു ബൾബ്, ആ ബൾബിൽ നോക്കിക്കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്താലും ബൾബ് അണയും. ഒപ്പം ആ ബൾബിൻ്റെ പ്രതിബിംബം കുറച്ചു സമയത്തേക്ക് നമ്മുടെ കണ്ണുകളിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു പ്രതീതി നമുക്ക് അനുഭവപ്പെടും. അത് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. ഈ പ്രത്യേകതയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇനി സിനിമയിലേക്ക് വരാം. നമ്മൾ കാണുന്ന സിനിമയുടെ വേഗത എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമാണ്. ഇത്രയും ഫ്രെയിമുകൾ കൂടിച്ചേരുമ്പോൾ 1.5 അടി ഫിലിം റീലായി. അതായത് തിയേറ്ററിലെ പ്രൊജക്ടറിൽ കൂടി ഒരു സെക്കൻഡിൽ 1.5 അടി ഫിലിം, അതായത് 24 നിശ്ചല ചിത്രങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നു എന്ന് സാരം. ആദ്യം കാണുന്ന ഫ്രെയിമിൻ്റെ ഇമേജ് ആ ഫ്രെയിം കടന്നുപോയി കഴിയുമ്പോഴും നിശ്ചിത സമയം കണ്ണുകളിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അതിന് മുകളിലേക്കാണ് തൊട്ടടുത്ത ഫ്രെയിമിൻ്റെ ഇമേജ് പതിയുന്നത്. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്നതിലും വേഗതയിൽ കണ്ണിൽ ദൃശ്യങ്ങൾ മാറി വരുമ്പോൾ അവ തമ്മിലുള്ള അകലം നമുക്ക് അനുഭവപ്പെടുന്നില്ല. അങ്ങനെ നിശ്ചലതയ്ക്ക് ചലനം സംഭവിക്കുന്നു. അവ ചലച്ചിത്രങ്ങളായി മാറുന്നു. ഫിലിം എന്നത് മാത്രമല്ല, ഇന്നത്തെ ഡിജിറ്റൽ സിനിമയായാലും നമ്മൾ കാണുന്ന ടെലിവിഷൻ പ്രോഗ്രാമുകളായാലും ഒരു സെക്കൻഡിൽ 24 ഫ്രെയിംസ് എന്ന കണക്കിനാണ് ചലിക്കുന്നത്. ഇതാണ് സ്വാഭാവികത നിലനിർത്തുന്ന ചലനവേഗത. സിനിമ കണ്ടുപിടിച്ച ആദ്യകാലങ്ങളിലൊന്നും ഇങ്ങനെ കൃത്യമായ ഒരു തോത് കണക്കാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കാണുമ്പോൾ ദൃശ്യങ്ങൾക്കും മനുഷ്യരുടെ ചലനങ്ങൾക്കും വേഗത കൂടുതലുള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. ഇതിനെ കോമഡി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് മോഷനിലേക്ക് മാറ്റിയതാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ ചിലരെങ്കിലുമൊക്കെ ഉണ്ടാവാം. എന്നാൽ അങ്ങനെയല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ.